വചനം മനസ്സിലാക്കേണ്ടത്, വചനം പഠിക്കേണ്ടത്, എന്താണ് നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. നമുക്ക് വേദപുസ്തകം ഒരാൾ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇന്നും ബൈബിൾ വായിച്ച് കാണുമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സാധാരണ ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് രാവിലെ വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് കയ്യിൽ കിട്ടുന്ന ഭാഗമെടുത്ത് വായിക്കും. അത് ആത്മാവ് തന്നാണെന്ന് വിശ്വസിക്കും. ചില സമയത്ത് അത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിക്കും. ദൈവാത്മാവ് അങ്ങനെ ഇടപെടാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ മിക്കവാറും സമയത്തും നമുക്ക് അത് ബന്ധമുള്ള കാര്യമായിരിക്കണമെന്നില്ല. അതൊരു യാദൃശ്ചികതയാകാം. ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും അങ്ങനെ സംസാരിക്കാം, പക്ഷെ എപ്പോഴും അങ്ങനെ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വേദപുസ്തകം നമ്മൾ അങ്ങനെ ഓരോ ദിവസവുമുള്ള നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിച്ചാൽ പോരാ. ഓരോ ദിവസങ്ങളിലുമുള്ള നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിച്ചാൽ പോരാ. അങ്ങനെ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യ ജീവിതം ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനുള്ള വചനം, പ്രാർത്ഥന, വിശ്വാസം, അത് പോരാ. എന്തുകൊണ്ട് പോരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരൊറ്റ സന്ദേശമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അനുദിനമുള്ള ആ ഡോസ്, അതായത് വചനത്തിന്റെ ഡോസ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ എഴുതിയൊരു കത്ത് വായിക്കുകയാണെങ്കിൽ ആ കത്ത് മുഴുവൻ വായിച്ചാൽ മാത്രമേ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പുസ്തകം മുഴുവൻ വായിച്ചാലേ അതിൻ്റെ യഥാർത്ഥ ജിസ്റ്റ് എന്താണ്, അതിൻ്റെ ചുരുക്കം എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വേദപുസ്തകം മുഴുവനും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഉള്ള ഒരു വിഹക വീക്ഷണം, അതായത് ഒരു ബേർഡ്സ് ഐ വ്യൂ, എ ജനറൽ സ്റ്റഡി അബൌട്ട് ഓൾ ദ ബൈബിൾ ബുക്സ്, അതിനെക്കുറിച്ചൊരു അവയർനെസ്, അതായത് എന്താണ് ക്രിസ്ത്യ ഉപദേശം എന്നതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ബൈബിൾ വായിച്ച് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വായിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് പഠിക്കുക എന്നുള്ളതല്ല. അത് നമ്മുടെ ജീവനായി വെളിപ്പെടത്തക്ക രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വചനം മാറുക എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. വളരെ നാളുകൾ കൊണ്ടാണ് എനിക്ക് വേദപുസ്തകം മനസ്സിലായത്. ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച കാലഘട്ടത്തിൽ എനിക്ക് ബൈബിൾ അറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും മുമ്പോട്ട് വന്ന ഓരോ കാലഘട്ടത്തിലും ഇതെനിക്ക് അറിയില്ല എന്ന് കൂടുതൽ ദൈവം തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വചനം പഠിക്കേണ്ടതിന് വേദപുസ്തകം വെച്ചിരിക്കുന്ന ചില മനോഹരമായ വ്യവസ്ഥകളുണ്ട്. ഇന്ന് ഞാൻ ഈ 2 ദിവസം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം നിങ്ങൾ വചന പഠനത്തിൽ സ്വയം പര്യാപ്തരാവുക എന്നുള്ളതാണ്. അതായത് പ്രബോധിപ്പിക്കാൻ തക്കവണ്ണമുള്ള വചനം നമുക്കെങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. പലരും പറയാറുണ്ട്, ബൈബിളൊക്കെ വായിക്കാറുണ്ട് ബ്രദറെ, പാസ്റ്ററെ, പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പരിജ്ഞാനത്തിൽ അത് എന്താണ് എന്ന് വെളിപ്പെടുത്തപ്പെടുന്നില്ല, പ്രകാശിച്ച് കിട്ടുന്നില്ല. വായിക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷെ വേദപുസ്തകം എന്നോട് എൻ്റെ ജീവിതത്തോട് സംസാരിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ മുൻപിൽ ആ വചനം വെളിച്ചമായി വെളിപ്പെടുന്നില്ല. എന്ത് ചെയ്യണം എന്നുള്ള ആശങ്ക പല ആളുകൾക്കുണ്ട്. ക്രിസ്ത്യ ജീവിതം വളരെ ഡ്രൈ ആയി പോവുകയും ഒരു മൊണോട്ടണസ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഏതായാലും വിശ്വാസികളായി പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. അപ്പം വളരെ ഡ്രൈ ആയി പോകുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. പ്രത്യേകിച്ചും ട്രഡീഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ചുകളിൽ, ചർച്ച് ഓഫ് ഗോഡ്, IPC, അസംബ്ലി ഓഫ് ഗോഡ്, ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഷാരോൺ, ഇങ്ങനെയുള്ള ട്രഡീഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒരു വലിയ ഒരു വിശ്വാസത്തിൻ്റെ അപജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ന്യൂ ജനറേഷൻ ചർച്ചുകൾ, അതിവിടെ പിന്നെ വിശ്വാസം ഒരിക്കലും ആരംഭിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ അപജയം എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ ട്രഡീഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒരു കാലത്ത് വിശ്വാസത്തോടെ കരുതി വച്ചിരുന്ന ആ അതിവിശിഷ്ട വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ വിളിയാൽ ദൈവം നമുക്ക് തന്ന അപ്പോസ്തോലിക ഉപദേശം
പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോവുകയും സ്വാഭാവികമായ ദൈവിക വെളിപ്പാടിലേക്ക് മനുഷ്യർ വീണു പോവുകയും ചെയ്തു. അതായത് ആത്മാവില്ലാത്ത ഒരാൾ, വചനം കയ്യിലില്ലാത്ത ഒരാൾ, അതായത് വെറും ഒരു പ്ലെയിൻ മനുഷ്യൻ, ഹി മേ ഹാവ് എ റിലീജിയൻ, ഒരുപക്ഷെ ഒരു മതം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇല്ലായിരുന്നേക്കാം. അങ്ങനെ ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ബൈബിൾ ഇല്ലാതെ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. ബുദ്ധി കൊണ്ട് 2 കാര്യങ്ങൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അതിന് ആത്മാവ് വേണ്ട. എന്തൊക്കെയാണ് ആ 2 കാര്യം? റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായി വന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ ലോക സൃഷ്ടി മുതൽ, ലോകാരംഭം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തികളാൽ, അതായത് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് ചുറ്റും കാണാൻ പറ്റും, പ്രവൃത്തികളാൽ ദൈവത്തിന്റെ 2 സ്വഭാവങ്ങൾ ബുദ്ധിയുള്ള സകല മനുഷ്യർക്കും ആത്മാവിന്റെ സഹായമില്ലാതെ, വചനത്തിന്റെ സഹായമില്ലാതെ ബുദ്ധി കൊണ്ട് വെളിപ്പെട്ട് വരുന്നു. എന്തിനാ വെളിപ്പെട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ത്യന്യായവിധി നാളിൽ എനിക്ക് ദൈവത്തെ അറിയില്ലായിരുന്നുവെന്നും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിശ്ചയമില്ലായിരുന്നുവെന്നും ആരും എക്സ്ക്യൂസ് പറയാതിരിക്കാൻ തക്കവണ്ണം ബുദ്ധിയുള്ള സകല ആളുകൾക്കും ദൈവം 2 വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ 2 വെളിപ്പാടുകൾ? ഒന്ന്, അവന്റെ നിത്യശക്തിയാണ്. ഗോഡ് ഈസ് പവർഫുൾ. ദൈവം വളരെ ശക്തനായ ഒരു ദൈവമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതറിയാൻ വയ്യാത്ത ആരും ഇവിടെ ഇല്ല, ഒരു മതത്തിലുമില്ല. അതായത് എല്ലാ മതങ്ങളിലും ഉള്ള സകല വിശ്വാസികൾക്കും അറിയാം എന്ത്? ദൈവം ശക്തനാണ്, വിഘ്നങ്ങളെ മാറ്റുന്നവനാണ്, ഐശ്വര്യം തരുന്നവനാണ്, സമ്പത്ത് തരുന്നവനാണ്, രോഗം മാറ്റുന്നവനാണ്. നിങ്ങൾക്കറിയാമോ, ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളും അവരുടെ ദൈവങ്ങളോട് ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പൂജ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരുടെ എല്ലാം വിശ്വാസം ഇതെല്ലാം ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്ന വെളിപ്പാട് പെന്തക്കോസ്തുകാർക്ക് മാത്രമുള്ളതല്ല, ബൈബിള് കയ്യിലുള്ളവർക്ക് മാത്രമുള്ളതല്ല, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ബുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, അനുദിനം നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ശരീരത്തെ ഇങ്ങനെ മെനഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, ഒരു കാരണഭൂതനുണ്ട്, ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ള സത്യം ലോകത്തുള്ള സകല മനുഷ്യരുടെ ഉള്ളിൽ അറിയാം. ഈ ശക്തി എന്ന വെളിപ്പാട് ഒരു രസകരമായ ഒരു കാര്യമാണ്. ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവരും പറയുന്നുണ്ട് ഒരു ശക്തി ഉണ്ടെന്ന്. അപ്പൊ ശക്തിയെ കുറിച്ചുള്ള വെളിപ്പാട് വളരെ പവർഫുൾ ആണ്. ദൈവം ഇല്ലെന്ന് പറയുന്നവൻ എന്താ പറയുന്നത്? ബ്രദറെ, ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതാരും നിഷേധിക്കില്ല, ലോകത്താരും നിഷേധിക്കില്ല, ബുദ്ധിയുള്ള നിരീശ്വരവാദികൾ ഉൾപ്പെടെ ആരും നിഷേധിക്കില്ല. അവർക്ക് ആ ഫോഴ്സ് എന്താണെന്ന് അറിയില്ലെന്നേ ഉള്ളൂ. ഈ ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഫോഴ്സ്, അതിന് ആ ഫോഴ്സ് എന്താന്ന് ഉണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ദൈവം ഇല്ലെന്നോ പറയുന്നവർ പോലും ഈ ശക്തി, പ്രപഞ്ചത്തിന്റെ ശക്തി എന്ന വെളിപ്പാടിനെ നിഷേധിക്കുന്നില്ല. അപ്പൊ അതെല്ലാവർക്കും അറിയാം. ബൈബിളിന്റെ ആവശ്യമില്ല നമ്മൾ എന്തു പറയാൻ. സർവശക്തനായ ഒരു ദൈവമുണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് പറയാൻ അവന്റെ ഈ പ്രവൃത്തികൾ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റും കാണുന്ന പ്രവൃത്തികൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന നിങ്ങളെ തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ കണ്ണും മൂക്കും നോക്കുമ്പോൾ ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ പുറകിൽ ഒരാള്, ഒരു അത്ഭുതകരമായ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്, ഒരു മാനുഫാക്ചറിങ് ഉണ്ട്, ഒരു ഡിസൈനിങ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. അപ്പം നിങ്ങളുടെ കടഭാരങ്ങൾ മാറുമോ? മാറും. കാരണം എന്താ? നിങ്ങൾ വിളിക്കുന്ന ദൈവം ശക്തനാണ്. അപ്പൊ നിങ്ങളുടെ രോഗങ്ങൾ മാറും. എന്തുകൊണ്ട് മാറും? നിങ്ങൾ വിളിക്കുന്ന ദൈവം ശക്തനാണ്. നിങ്ങളുടെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുമോ? വിസ കിട്ടുമോ? കിട്ടും. കാരണം എന്താ? അപ്പൊ നമ്മുടെ വിശ്വാസം എന്തിൽ ആധാരിതമാണ്? ദൈവത്തിന്റെ ശക്തിയിൽ ആധാരിതമാണ്. ആരുടെയൊക്കെ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിൽ ആധാരിതമാണ്? നമ്മുടെ വിശ്വാസം, ഹിന്ദുക്കളുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം, കത്തോലിക്കരുടെ വിശ്വാസം,
എല്ലാവരുടെയും വിശ്വാസം എന്തിൽ ആധാരിതമാണ്? ദൈവത്തിന്റെ. അപ്പോൾ ഇത് ബൈബിൾ ഇല്ലാതെ തന്നെ നമുക്ക് ദൈവം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സമ്മതിച്ചോ? ഈ രണ്ടാമത്തെ കാര്യം, അവന്റെ ദിവ്യത്വം. അതായത് ദൈവത്തിന് ഒരു നല്ല സ്വഭാവമാണുള്ളത്. ആർക്കൊക്കെ അറിയാത്? ഈ ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഓ, അവനെ കോടതി വെറുതെ വിട്ടാലും ദൈവം അവനെ വെറുതെ വിടില്ല. കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ദൈവം ഒരാളുണ്ട്, അവൻ ഇതെല്ലാം മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട്. നീ വൃത്തികേട് കാണിച്ചാൽ നിന്നെ ആ മനുഷ്യർ കണ്ടില്ലെങ്കിലും ദൈവം പിടിക്കും. കോപ്പി അടിച്ചാൽ പറയാം, മോനെ കോപ്പി അടിച്ചാൽ മുകളിൽ ഇരുന്നിടത്തും കാണുന്നുണ്ട്, നീ നല്ല മാർക്ക് എപ്പം മേടിച്ചാലും നിന്നെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിനെ നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് മനസാക്ഷിക്കകത്തല്ല വരുന്നേ, അത് പ്രവൃത്തികളാൽ പ്രപഞ്ചത്തിലാണ് വെളിപ്പെടുന്നത്. ആകാശവിധാനം അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അത് നമ്മൾ അവന്റെ പ്രവൃത്തികളിലൂടെ കാണുന്നത്. എന്നാൽ ദൈവം നല്ലവനാണെന്നുള്ള വെളിപ്പാട് എവിടെയാ വരുന്നത്? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ള വെളിപ്പാട് എവിടെന്നാ വരുന്നത്? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ മോക്ഷം കിട്ടില്ല എന്ന വെളിപ്പാട് എവിടെന്നാ വരുന്നത്? മനസാക്ഷിക്കകത്തുനിന്നാ വരുന്നത്. അപ്പൊ ദൈവം എവിടെയെല്ലാം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്? ഒന്ന് പ്രകൃതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊന്ന് മനുഷ്യന്റെ മനസാക്ഷിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ പ്രവൃത്തികളാൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള വെളിപ്പാട് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഒരു വിശ്വസ്തമായ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ രണ്ട് വെളിപ്പാടല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇന്ന് പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. എന്താന്ന് പറയാമോ? ആ പ്രസംഗം തീരാറാവുമ്പം എല്ലാവരും കൂടെ കൈയടിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് ഫിനിഷ് ചെയ്യുന്ന ആ ഫിനിഷിംഗ് ലൈനിലേക്ക് ഈ പ്രസംഗം ചെല്ലുമ്പോൾ നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, അതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ സന്തോഷിപ്പിച്ച് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവസാനമായ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ പറയുന്ന വിവരം എന്താണെന്നറിയോ? ഒറ്റ മെസ്സേജേ ഉള്ളൂ: നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും അതിന് നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. കേട്ടിട്ടുണ്ടോ ഇത്? അപ്പൊ എന്തിനാ ഉദ്ഘോഷിക്കുന്നത്? നമ്മളെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വിശ്വാസം മതി? കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്റെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടിരുന്ന ദൈവം, ഞാൻ ഉണ്ടാക്കുന്ന അധ്വാന ഫലം എന്നെ കൊണ്ട് തന്നെ തീറ്റിക്കുന്ന ദൈവം. മനസ്സിലായോ? അപ്പം മറ്റുള്ള മനുഷ്യർക്ക് ലഭിച്ചതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ദൈവത്തിന്റെ പേരല്ലാതെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ആയിരുന്നു പെന്തക്കോസ്തുകാർ നേരത്തെ? അല്ല. ഈ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ വന്ന് വിശ്വാസത്തെ മുഴുവൻ ലോക സംബന്ധമായ ഉപജീവന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ നമ്മുടെ നാട് കടത്തിയെങ്കിലും ഈ ഉപജീവന ചിന്തകൾക്ക് വേണ്ടിയുള്ള വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചുപോയി. അതിനെ നാട് കടത്താൻ പറ്റുന്നില്ല. മനസ്സിലായോ? പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഒരുവിധം. അപ്പൊ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി അവരിലുള്ള വിശ്വാസം പോയി. അപ്പൊ അവർ പതുക്കെ പതുക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നുണ്ടെങ്കിലും ഒരു വലിയ അടിയായി. ഓക്കെ. പക്ഷേ പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ നമ്മൾ പറഞ്ഞു വിട്ടെങ്കിലും ഈ പ്രാർത്ഥനകൾ മുഴുവൻ നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ശക്തി എന്ന ആഘോഷമാണ്. അതായത് ശക്തനായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ ഉള്ള ദൈവം ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും ശക്തനാണ്. അതുകൊണ്ട് കുത്തിയിരുന്ന് പഠിച്ച ആ കുട്ടിയെക്കാളും ഒന്നും പഠിക്കാതെ ഉഴപ്പി നടന്ന എന്റെ മകനെ 1ാം റാങ്ക് മേടിപ്പിച്ചു കൊടുക്കാൻ ശക്തിയുള്ള ദൈവം. നീതിയാണോ അത്? ആണോ? നല്ലപോലെ രാത്രിയും പകലും എല്ലാം ഇരുന്ന് പഠിച്ച കൊച്ചിനെ തോപ്പിച്ചിട്ട് അല്ലെ 2ാം സ്ഥാനത്താക്കിയിട്ട് ഒന്നും പഠിക്കാതെ ഉഴപ്പി തിരിഞ്ഞടന്നയാള് ഫേവറേറ്റിസം കാണിച്ച്, ടീച്ചർമാരും വല്ല ഫേവറേറ്റിസം കാണിക്കുമായിരിക്കും. ഈ പഠിക്കാത്ത പിള്ളേർക്ക് ദൈവം എന്തെങ്കിലും ഫേവറേറ്റിസം കാണിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? അർഹതയുള്ളവരെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇതിനിടയിലൂടെ ഒരർഹത ഇല്ലാത്തവരെ നുഴഞ്ഞു കയറ്റിപ്പിക്കുന്ന ആ ഒരു തന്ത്രം ദൈവം സ്വർഗത്തിരുന്ന് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവം മാറിപ്പോയി. ദൈവം അങ്ങനെ ചെയ്തില്ല.
ഒരുപക്ഷെ നമുക്ക് ആരോഗ്യം തരും, നമ്മളെ സഹായിക്കും, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, അധ്വാനിപ്പിക്കാൻ സഹായിക്കും, മാർക്ക് പോകാതെയൊക്കെ തരുമായിരിക്കും. പക്ഷെ മറ്റൊരാൾക്ക് കിട്ടേണ്ട അവസരത്തിലേക്ക് നമ്മളെ കടത്തി വിടുവൊന്നുമില്ല ദൈവം വഞ്ചനയോടുകൂടി. ഓക്കെ, ആ കാര്യം നമ്മൾ കൂടുതൽ അപഗ്രഥിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ഈ രണ്ട് സ്വഭാവങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നിനെ കുറിച്ചും നമുക്ക് ചോദ്യം ചോദിച്ചാൽ അറിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ല. ആകെ പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങൾ എന്താ? മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോവും, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോവും. ഓക്കെ, ഈ മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഇപ്പൊ എങ്ങനെയാണോ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ ആദ്യം വന്നപ്പോൾ സംസാരിച്ച ഒരു വിഷയം തന്നെയാണെങ്കിലും നിങ്ങളിൽ പലരും ഓർക്കുന്നില്ലായിരിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലവരായി, അത് മര്യാദയ്ക്ക് ജീവിച്ച് നല്ലവരായി സ്വർഗത്തിൽ പോകാൻ പരിശ്രമിക്കുന്നവരാണ് പെന്തക്കോസ്തിൽ വലിയൊരു വിഭാഗം ആൾക്കാരാണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു ഉറപ്പ് ഈ പ്രവൃത്തികളെ ലഭിക്കില്ല. മനസ്സിലായോ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഇനി ഞാൻ ഉറപ്പുള്ളവരുടെ ഉറപ്പ് ഞാൻ എടുത്തു കളയാം. ആദ്യം നമ്മൾ ബൈബിൾ വായിച്ചു തുടങ്ങുകയാണേ. ഏതായാലും ഉൽപ്പത്തി പുസ്തകം വായിച്ചു തുടങ്ങിയാൽ നമ്മൾ എങ്ങും എത്തില്ല. അതിനുമ്പ് കർത്താവ് വരും. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് പുതിയ നിയമം വായിക്കാം. പുതിയ നിയമം മത്തായിയിൽ തുടങ്ങി കഴിയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന്, ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ പേരുകളാണ്. അപ്പൊ തന്നെ നമ്മൾ മടുക്കും. അപ്പൊ നമ്മൾ ഈ ബൈബിൾ ആർക്കെങ്കിലും പുതുതായിട്ട് കൊടുക്കുമ്പോൾ പറയും ഈ പേരുകൾ തൊട്ട് വായിക്കേണ്ട, 19ാമത്തെ വാക്യം തൊട്ട് 18ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലൂക്കോസിന്റെ വായിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും. കാരണം ഇത് മടുത്തു പോകും ആദ്യം വായിക്കുമ്പോൾ. അതാണ് ഒന്നാമത്തെ തടസ്സം. ഇനി രണ്ടാമത്തെ തടസ്സം എന്താണെന്നറിയോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഗിരിപ്രഭാഷണം ആരംഭിക്കും. ഈ ഗിരിപ്രഭാഷണത്തിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിക്കുന്ന ഒരാൾ പോലും ഈ ഭൂമിയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. പാസ്റ്റർ പുറകിലും ചിരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ കൽപ്പനയാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷം 5, 6, 7, മത്തായിയുടെ സുവിശേഷം 10, മത്തായിയുടെ സുവിശേഷം 13, ഇങ്ങനെ എവിടെയെല്ലാം കർത്താവ് എന്തെല്ലാം ഉപദേശിച്ചിട്ടുണ്ടോ അതിലൊരു കാര്യം പോലും അനുസരിക്കുന്ന ആരുമില്ല ലോകത്തൊരിടത്തും. ഞെട്ടിയോ? കണ്ണ് ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞ ആരുമില്ല, കൈവെട്ടി കളഞ്ഞ ആരുമില്ല, അല്ലെ? സഹോദരൻ ഷർട്ട് എടുക്കാൻ നോക്കിയപ്പം ഉടുപ്പും കൂടെ കൊടുത്ത, എന്താ ഉള്ള വസ്ത്രം എല്ലാം എടുത്തു കൊടുത്ത ആരുമില്ല. പിന്നെ പ്രസംഗിക്കാൻ പോയപ്പം ചെരുപ്പെടുക്കാത്ത, ബാഗ് എടുക്കാത്ത, പേഴ്സ് എടുക്കാത്ത ആരുമില്ല. വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ സ്വന്തക്കാരെയും ബന്ധക്കാരെയും വിളിക്കാതെ, തിരിച്ചൊരു ചായ മേടിച്ചു തരാൻ വകുപ്പുള്ളവനെ വിളിക്കാതെ, നന്ദി പറയാൻ പോലും പറ്റുന്നവനെ വിളിക്കാതെ, റോഡിലിരിക്കുന്ന കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? അവര് നന്ദി പറയല, പക്ഷെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കോളൂ. അപ്പൊ അങ്ങനെയുള്ളവരെ വിളിച്ചോ? അങ്ങനെ വിളിച്ചവര് ആരുമില്ല. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, കൈവക്കിക്ക്, ആരുമില്ല. ഗിരിപ്രഭാഷണത്തെ കുറിച്ച് ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഗിരിപ്രഭാഷണത്തിൽ നിന്നൊന്നും പ്രസംഗിക്കുന്നില്ല. ദാനിയേലിനെ കുറിച്ച് പറയാം, ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. ദാവീദിനെ കുറിച്ച് പറയാം, ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. എബ്രഹാമിനെ കുറിച്ച് പറയാം, ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ പുതിയ നിയമത്തിലേക്ക്, നിങ്ങൾക്കറിയാമോ, ഈ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, 7-ാം അധ്യായം തീരുമ്പോൾ കർത്താവ് എന്താ പറയുന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ലെങ്കിൽ, 7-ാം അധ്യായം തീരുമ്പോൾ കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ
ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പറഞ്ഞ് ചുമ്മാ പറഞ്ഞതല്ല, ഇത് ചെയ്തവൻ മാത്രമേ എവിടെ ചൊല്ലുള്ളൂ? സ്വർഗത്തിൽ ചൊല്ലുള്ളൂ. നമ്മൾ ആരും ഇത് ചെയ്യുന്നുമില്ല. ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ, ചെയ്യണമെന്ന് തോന്നുന്നു പോലും ഇല്ല. ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയോ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് മറ്റ് ജാതിക്കാരെ കാണുമ്പോൾ, മറ്റ് മതക്കാരെ കാണുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, കൽപ്പന അനുസരിക്കാൻ നടക്കുന്നവർ, നമ്മൾ അനുസരിച്ചവർ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കില്ലേ? അതെന്തനുസരിച്ചിട്ടാ ഫീലിംഗ് ഉണ്ടായത്? എന്തനുസരിച്ച്? ഇതാ പരീശന്മാരുടെ കുഴപ്പം ഇതായിരുന്നു. പരീശന്മാർ എന്തൊക്കെയോ അനുസരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുമായിരുന്നു, പക്ഷെ ഒന്നും അനുസരിക്കുന്നില്ലായിരുന്നു. അത് കർത്താവ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവരൊന്നും അനുസരിക്കുന്നില്ല. ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചതുകുപ്പ്, ജീരകം, ഇതിനകത്തൊക്കെ ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായിരുന്നെങ്കിലും അതിൽ ഘനമേറിയത് അനുസരിക്കാൻ അവരെ കൊണ്ട് കപ്പാസിറ്റി ഇല്ലായിരുന്നു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അനുസരിക്കുന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയിലേക്ക് പോലും നോക്കുന്നു പോലുമില്ല. എന്റെ വിഷമം നോക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ നീതിമാന്മാരാണെന്നൊരു തോന്നല് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കൽപ്പനകൾ അനുസരിക്കുന്നവരാണെന്നുള്ള ഗമയിലാണ് നമ്മൾ നടക്കുന്നത്, ഒരു വഹ അനുസരിക്കുന്നില്ലെങ്കിൽ. സമ്മതിച്ചോ? ശരിക്കും നിങ്ങളുടെ വിശ്വാസം ഞാൻ പറിച്ചു ദൂരെ കളയാൻ പോവാം കുറച്ചു നേരത്തേക്ക്. കാരണം നമുക്കൊന്ന് പണിയാൻ പറ്റുമോ നോക്കാൻ വേണ്ടി. ആദ്യം ഇടിച്ചു കളഞ്ഞിട്ടല്ലേ, നമുക്ക് പഴയത് ഇടിച്ചു കളഞ്ഞാലേ പുതിയത് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നന്നായിട്ട് ജീവിച്ചിട്ടൊന്നും ഒരുത്തനും സ്വർഗത്തിൽ പോവാൻ പറ്റിയല്ല. ഇപ്പൊ കൃപക്കാര് വന്ന് പറഞ്ഞു, ജീവിക്കൊന്നും വേണ്ട, ചുമ്മാ നടന്നാലും കർത്താവ് എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോക്കുള്ളൂ. ഹോ, എന്തൊരാശ്വാസം. അപ്പൊ കുറെ പേര് ആ വഴിക്ക് പോയി. അപ്പൊ വേറെ ചിലർ പറഞ്ഞു എന്ന പ്രത്യാശ എടുത്തു മാറ്റപ്പെട്ടു. ഇന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കള്ളം പറഞ്ഞാലോ എന്നൊരു പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചോ, ഇന്ന് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് 100%, 100 out of 100 ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ലാത്തവരായിരിക്കും ഇവിടെ കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദുർമനസാക്ഷിയാണ് അതിന് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഉറപ്പ് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ ഉറപ്പ് നഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പം അതിനൊരു തെളിവും കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാലും പെന്തക്കോസ് സമൂഹത്തിൽ നിന്ന് ഉറപ്പ് പോയി എന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറയാം. ഓക്കെ, പണ്ട് കാലത്ത് നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ട്രാക്ട് അടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ട്രാക്ട് അടിക്കുന്നത്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഓർമ്മയുണ്ടോ അത്? ആ ട്രാക്റ്റുകൾ പഴയ കാലത്തെ ട്രാക്ട് എന്താ പറയുന്നത്? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത. ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനത്തെ ട്രാക്ട് ചുമന്നുകൊണ്ട് നടന്നതും കൊടുത്തതും ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, ഇന്ന് നീ കർത്താവിനെ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. പക്ഷെ ഈ ട്രാക്ട് ഇന്ന് പെന്തക്കോസുകാരുടെ ഇടയിലോട്ട് കൊണ്ട് കൊടുത്തു നോക്കി, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ ഉപദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കി, ഒരു 25 വർഷം മുമ്പ് എഴുതുന്ന പാട്ടുകൾ, 25 ഒരു 30 വർഷം മുമ്പ് എഴുതുന്ന പാട്ടുകൾ മുഴുവൻ പ്രത്യാശയെ കുറിച്ചുള്ളതായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലത്ത് ഒരു വലിയ പ്രത്യാശയുടെ കാലമായിരുന്നു 1994 ആ കാലഘട്ടം. അന്ന് എവിടെ ചെന്നാലും കൺവെൻഷൻ പ്രസംഗമായാലും കർത്താവ് വരാൻ പോകുന്നു. ഓർമ്മയുണ്ടോ കാലം? ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ, ഇതൊക്കെയാ കൺവെൻഷന്റെ സ്റ്റാൻഡേർഡ് മെസ്സേജസ്. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. ഓർമ്മയുണ്ടോ ആ കാലഘട്ടം? അധികം ആയിട്ടില്ല അത് പോയിട്ട്. അപ്പൊ വഴികളിലെല്ലാം നിന്ന് പ്രസംഗിക്കുന്ന കർത്താവ് വരാറായി, ഇതാ വരുമ്പോ നമ്മൾ പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് കാലത്ത് എഴുതുന്ന പാട്ടുകൾ, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, പിന്നെ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോ വരും, ഇതെല്ലാം ചർച്ചിൽ പാടുന്ന പാട്ടല്ല, ഈ കാസറ്റ് ഷോപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന പാട്ടാ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ചർച്ചിൽ പാടുന്ന ആരാധനാ ഗീതങ്ങളായാലും എന്തായാലും അതിന്റെ അവസാനത്തെ ഒരു സ്റ്റാൻസ് എന്തായാലും പ്രത്യാശയായിരിക്കും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ. അതിന്റെ അവസാനം എന്താ? കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ,
നാഥ നിന്നുടെ വരവിനായി. കേട്ടോ, പ്രത്യാശയാണ്. ഇന്നാകെ നമ്മൾ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? പാസ്റ്റർ അവസാനം ആമേൻ കർത്താവായ യേശുവേ എന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാരും കൂടെ വേഗം മരണേന്ന് പറയും. ആരെ കൊണ്ടുപോവാനാ? ആരെ കൊണ്ടുപോവാനാ? നിങ്ങൾ പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്ന മോശമല്ലേ? ആമേൻ കർത്താവായ യേശുവെ വേഗം മരണേന്ന് കർത്താവ് കേട്ടെങ്ങാനും വന്ന പോവോ? പോയില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ നരകത്തിൽ കിടക്കും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്, എങ്ങനെ സമാധാനമായിട്ട് ഈ ഉറപ്പില്ലാതെ കിടന്ന് ഉറങ്ങുമെന്ന്. ഒരു കൂർക്കം വരി കഴിഞ്ഞ് അടുത്ത കൂർക്കത്തിന് നമ്മളില്ലെങ്കിൽ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലെങ്കിൽ എങ്ങനെ കണ്ണടച്ച് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കുഴപ്പമില്ലല്ലേ, കിടക്കുന്നതിന് ഉറക്കം വരുന്നുണ്ടല്ലേ? അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതായത് കർത്താവ് ഏത് സമയത്ത് വരുമെന്നും വന്ന എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഗൗരവമായി എടുക്കാത്തതുകൊണ്ട് നമുക്ക് സമാധാനം ഉറങ്ങാൻ പറ്റുന്നത്. ഒരു നിമിഷം അത് ഗൗരവത്തോടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഉറക്കം തുടങ്ങും. ഓക്കെ, ഇനി നമ്മുടെ ഇടയിൽ ഇന്ന് പരന്നിരിക്കുന്ന ആ വിശ്വാസം, അതെന്ത് വിശ്വാസമാണ്? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരും, ദൈവം നടത്തിത്തരും. അപ്പൊ സ്വർഗമായിട്ട് ബന്ധമൊന്നുമില്ല, കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുള്ള വിശ്വാസം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് നടക്കാനൊന്നും പോകുന്നില്ല. ഈ കാര്യങ്ങൾ മിക്കതും നടക്കാനൊന്നും പോകുന്നില്ല, ചുമ്മാ അടിച്ചു വിടുന്നത്. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മെ ക്ഷേമമായി നടത്തിയ കർത്താവ് വലിയ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടല്ലെന്നറിയോ? നമ്മളെക്കാൾ ക്ഷേമമായിട്ടാണ് കർത്താവ് അംബാനിയെ നടത്തിയത്. നമ്മളെക്കാൾ ക്ഷേമമായിട്ടാണ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പിള്ളേരുടെ ഹൃദയത്തിൽ നിന്നെല്ലാം വിശ്വാസം എടുത്തു മാറ്റപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ചെറുപ്പത്തിലെ ഒരു എക്സാമ്പിൾ, നല്ലൊരു വിശ്വാസ കുടുംബത്തെ നിങ്ങൾ മനസ്സിൽ കരുതിക്കേ. കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, അപ്പ എനിക്കൊരു പെൻസിൽ വാങ്ങിച്ചു തരാമോ? അപ്പൊ അപ്പം വിചാരിക്കുന്നു, ഇത് ഇവളെ അല്ലെ ഇവനെ വിശ്വാസം പഠിപ്പിക്കാനുള്ള ഒരു ടൈമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മോനെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് യേശുപ്പച്ച പെൻസിൽ കൊണ്ടുപോയി തരും. പാവം കൊച്ച് രാത്രി പ്രാർത്ഥിക്കും, യേശുപ്പച്ച പെൻസിൽ കൊണ്ടുപോയി തരണേ. ഇപ്പൊ രാവിലെ അപ്പൻ തന്നെ പെൻസിൽ കൊണ്ടുപോയി മേശപ്പുറത്ത് വയ്ക്കും, കണ്ണ് തുറക്കുമ്പോൾ പെൻസിൽ ഇരിക്കുന്നു. അപ്പൊ ഈ കൊച്ചിനൊരു കാര്യം മനസ്സിലാവും, യേശുപ്പച്ചൻ എന്ത് ചെയ്യും? പെൻസിൽ ചോദിച്ചാൽ പെൻസിൽ തരും. എങ്ങനെയുണ്ട് വിശ്വാസം പഠിപ്പിച്ചത്? സൂപ്പർ അല്ലേ? കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ ഈ കൊച്ച് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയി പ്രാർത്ഥിക്കും, കർത്താവ് യേശുപ്പച്ച എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കും. റിസൾട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കാത്ത പിള്ളേർക്ക് ഇവരെക്കാൾ കൂടുതൽ മാർക്ക്. പ്രാർത്ഥിക്കാത്ത ബിസിനസ്സുകാർക്ക് കടവില്ല, അവര് ഭയങ്കര മേൽഗതി കയറിച്ചു പോകും. പ്രാർത്ഥിക്കാത്ത ഈ പിള്ളേർ നോക്കി കഴിയുമ്പം പ്രാർത്ഥിക്കാത്ത വീടുകളിലെ പിള്ളേർ സമാധാനമായിട്ട് വരുന്നു, പോകുന്നു, സന്തോഷിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെ അപ്പനും അമ്മയും കൂടെ എന്നും ഗുസ്തി ഇടിയുമാണ്. ഇവർക്ക് പതുക്കെ ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. ആഭരണവും മൂരി ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൂട്ടുപോലും കൂടാൻ പറ്റാതെ നിസ്സഹായരായിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതും കൊണ്ടൊന്നും ഒരു പണിയും നടക്കുന്നില്ല. ജോലി കിട്ടാൻ ഇന്റർവ്യൂവിന് പോയാലും പ്രാർത്ഥിക്കാത്തവൻ ജോലിയായിട്ട് പോകുന്നു, പ്രാർത്ഥിച്ചവനൊന്നും കിട്ടുന്നില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിൽ അവരത് പറയുമായിരിക്കാം. പക്ഷെ ഒരിക്കലും വന്ന് അപ്പനും അമ്മയോടും പറയല്ലേ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേ പറയും, നീയൊക്കെ ഇങ്ങനെ നടന്നോടാ എന്ന് പറഞ്ഞ് നമ്മൾ ഇവർ ചൂടാവുന്നുള്ള കാര്യം ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവരോട് പോലും പറയില്ലെങ്കിലും ഇവരുടെ ഉള്ളിൽ വിശ്വാസം തണുത്ത് ഇല്ലാതായി പോകും. കുറെ കഴിയുമ്പം പ്രാർത്ഥിക്കുന്നതിനുള്ള താല്പര്യവും പോകും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ പെൻസിൽ കിട്ടിയതുപോലെ കർത്താവ് എല്ലാ സാധനവും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നെങ്കിൽ ഇവരുടെ വിശ്വാസം പോകുമായിരുന്നോ? പോകില്ലായിരുന്നു. അവരെല്ലാത്തിനും പ്രാർത്ഥിച്ചേനെ, പഠിക്കത്തേ ഇല്ലായിരുന്നു. പരീക്ഷയുടെ തലേദിവസം പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പരീക്ഷയ്ക്ക് പാസ്സാക്കി തരുന്നതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാസ്സായി. കാരണം കർത്താവിന്റെ നാമത്തിൽ എന്തി വെച്ചാലും ഇത്തിരി വെള്ളോടെ കുടിക്കട്ടെ. അപ്പൊ ഈ വിശ്വാസം വ്യാജമാണെന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത വർഷം നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നു എന്ന് പറയുന്ന പ്രസംഗങ്ങൾ ഈ വർഷം കർത്താവ് വന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ട്? മാത്രമല്ല, യഥാർത്ഥ വിശ്വാസിക്ക് അടുത്ത വർഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേലും കുഴപ്പമില്ലാത്തവരാ. കാരണം നാളേക്കായി ആശങ്കപ്പെട്ടുകൊള്ളും. കാരണം നാളെയെക്കുറിച്ചുള്ള ഭാരം ഇന്നേ നമുക്ക് ആവശ്യമില്ല, ഇന്നത്തേക്കുള്ളത് മാത്രം നമുക്ക് മതി. ഇത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്?
അപ്പോൾ ഈ വിശ്വാസങ്ങളൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദിസ് ഈസ് നോട്ട് വാട്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം എന്താണ്, ക്രിസ്തീയ ഉപദേശം എന്ന് ഓരോ സഭകളിലും പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഉപദേശം അറിയാൻ വയ്യാത്തത് കൊണ്ട് മറ്റു മതങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ഒരു രൂപം മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അവർ കാര്യം സാധിക്കാൻ വേണ്ടി വ്രതം എടുക്കുന്നു, വേളാങ്കണ്ണിക്ക് പോകുന്നു. നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന 24 മണിക്കൂർ ചെയിൻ പ്രയർ നടത്തുന്നുള്ളതല്ലാതെ മനസ്സൊന്നു തന്നെയാണ്, ആഗ്രഹങ്ങൾ ഒന്ന് തന്നെയാണ്, വിശ്വാസത്തിന്റെ കണ്ടന്റ് ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമ്മൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാം. ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പം അവിടെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഇന്ന് വന്നത് ഭയങ്കര അനുഗ്രഹമായി പോയി. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അങ്ങനെ പറഞ്ഞ്, പാസ്റ്ററെ പ്രസംഗിക്കാനുള്ള വിഷയങ്ങളെല്ലാം തീർന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാതിരിക്കുമായിരുന്നു. ആ പാസ്റ്റർ പറയാം, അതിങ്ങനെ പാസ്റ്റർമാർക്ക് വിഷയങ്ങൾ തീരുവോ? ഒരിക്കലും തീരെയല്ല. നിങ്ങളിവിടെ പാസ്റ്റർമാർ പലരുണ്ട്, അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ വിഷയങ്ങളൊന്നും ഒരിക്കലും തീരാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഗോൾ അടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അഡ്രസ് ചെയ്യാൻ ഉണ്ടാവും ഒരു സഭയിൽ. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറിയത് പറഞ്ഞു. അപ്പൊ പ്രസംഗം ഒരിക്കലും തീർന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രസംഗം തീർന്നു എന്ന് പറയാൻ കാരണം അപ്പൊ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു മെസ്സേജേ ഉള്ളൂ, ആകെ ഒരു മെസ്സേജേ ഉള്ളൂ. അതെങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാബേലിന്റെ കഥ പറഞ്ഞാലും ദാവീദിന്റെ കഥ പറഞ്ഞാലും ദാനിയേലിന്റെ കഥ പറഞ്ഞാലും യേശുക്രിസ്തുവിന്റെ മാത്രം പറ്റിയില്ല, യോഹന്നാന്റെ കഥ പറഞ്ഞാലും പത്രോസിന്റെ കഥ പറഞ്ഞാലും ശീലാസും പത്രോസും ഒന്നിച്ച് പറഞ്ഞാലും എല്ലാം വിടുവിക്കുന്നവനായ ദൈവം. ദാനിയേലിന്റെ ആണെങ്കിൽ സിംഹക്കുഴി, 3 പിള്ളേരുടെ ആണെങ്കിൽ അഗ്നി, ഏലിയാവാണെങ്കിൽ പട്ടിണി. എന്തായാലും ദൈവം വിടുവിക്കും. അത് മാത്രമാണ് ആ ചർച്ചിൽ ഒരു 3-4 വർഷമായിട്ട് കേട്ടിട്ടുള്ളൂ. ഇത് കേൾക്കാൻ എന്തിനാ നിങ്ങൾക്ക് അറിയാമല്ലേ ഇതൊക്കെ നടക്കുമെന്നല്ലേ? ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ ബൈബിൾ പോലും ആവശ്യമില്ല. കാരണം അത് ജനറൽ റെവലേഷൻ ആണ്, പൊതു വെളിപ്പാട്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന വെളിപ്പാടാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എനിക്കറിയാം, ബ്രസീലിൽ ഒരു ഡോക്ടർ, അതിന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. അപ്പൊ അവരുടെ ഇത് മാതൃഭൂമിയുള്ള വന്ന വാർത്തയാണേ. അപ്പൊ അവിടുത്തെ ഒരു മലയാളി നേഴ്സ് ഈ ഡോക്ടറോട് പറഞ്ഞു, ശബരിമല ശാസ്താവിന് ഒരു നേർച്ച കഴിച്ചാൽ നിങ്ങളുടെ ക്യാൻസർ മാറുന്നു പറഞ്ഞു. ഇയാൾ നേർച്ച കഴിച്ചാൽ ക്യാൻസർ മാറി. പുള്ളി ഇരുമുടി കെട്ടുമായിട്ട് ബ്രസീലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു 4 വർഷം മുമ്പ് ഇവിടെ ശബരിമലയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ വിശ്വാസം, സായിബാബയുടെ അടുത്ത് പോയി രോഗം മാറിയവര്, അമൃതാനന്ദമായി കെട്ടിപ്പിടിച്ചപ്പോൾ രോഗം മാറിയവര്, ഇങ്ങനെ ഈ രോഗം. അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു തെറ്റുമില്ല, ദൈവം സൗഖ്യം വരുന്ന ദൈവമാണോ? അതെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഇതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്താണ് ക്രിസ്തീയ വിശ്വാസം? എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? എങ്ങനെയാണ് സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിക്കുന്നത്? ഉറപ്പ് വേണം. ഈ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ പോകും എന്നുള്ളൊരു ഉറപ്പെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചാൽ, ഞാനിവിടെ വന്ന് സംസാരിച്ചത് മുതലായി എന്ന് എനിക്കും സ്വർഗത്തിലും നിങ്ങൾക്കും അനുഭവപ്പെടുമായിരിക്കാം. ഓക്കെ, നമുക്ക് ഈ രക്ഷയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അഷുറൻസസ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ശരിക്കും ബൈബിൾ വായിച്ചു തുടങ്ങേണ്ടത്, പഴയ നിയമം നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ, പഴയ നിയമം നിങ്ങൾ വായിക്കുന്നില്ല, പുതിയ നിയമം മാത്രമാണ് വായിക്കാൻ നിങ്ങളുടെ മുമ്പിൽ സമയമുള്ളൂ എങ്കിൽ നിങ്ങൾ യോഹന്നാനിൽ നിന്ന് മാത്രമേ വായിച്ചു തുടങ്ങാവുള്ളൂ. അതിന്റെ കാരണം മത്തായിയും മർക്കോസും ലൂക്കോസും മനസ്സിലാകണമെങ്കിൽ അതിന് പുറകിലുള്ള ന്യായപ്രമാണത്തിന്റെ വാഗ്ദത്തങ്ങളും യഹൂദ മതത്തിന്റെ പഠിപ്പിക്കലുകളും മനസ്സിലാകണം. അവരതിന്റെ തുടർച്ചയായിട്ടാണ് അത് 3 എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു മരിച്ച ശേഷം 60 വർഷങ്ങൾക്ക് ശേഷം യഹൂദന്മാരെങ്ങും ആ നാട്ടിലില്ലാതിരുന്ന സമയത്ത് അവരെല്ലാം തിബരിയസ് കൈസറുടെ കാലത്ത് ആ ദേശത്ത് നോടിച്ച് യെരുശലേമിലെ ടെമ്പിളും അടിച്ചു തകർത്ത് AD 70 അത് മുഴുവൻ കീഴടക്കിയ ശേഷം വർഷങ്ങൾക്ക് ടൈറ്റസ് എന്ന് പറഞ്ഞ രാജാവാണെന്ന് എനിക്ക് തോന്നുന്നു, ചക്രവർത്തി. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഒരു 25 വർഷം കഴിഞ്ഞ്
സാമാന്യ ജനത്തിന് വേണ്ടി എഴുതിയ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പം അതൊരു തുടക്കമാണ്. അതായത് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ, അബ്രഹാമിന്റെ കഥ ഇല്ലാതെ, മറ്റേ ഇടയിലുള്ള ആളുകളുടെ കഥയൊന്നും ഇല്ലാതെ, ജസ്റ്റ് പ്രപഞ്ചത്തിലുള്ള സകലരും കേൾക്കേണ്ട സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെയുള്ള കഠിനമായ ഉപദേശം എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു കഥയുണ്ട് ഈ കഠിനമായ ഉപദേശത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ധനവാനായ മനുഷ്യൻ ഒരു ദിവസം യേശുവിന്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നല്ലവനായ ഗുരു, ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെ എല്ലാം പ്രമാണിക്കാം, അത് മതി. ഓ, വണ്ടർഫുൾ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ചെറുപ്പം തൊട്ടേ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് പോരുന്നവനാണ്. പക്ഷെ ഈ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അതൊരു മാങ്ങാപ്പഴം പോലെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു മാങ്ങാപ്പഴം തന്നിട്ട്, ഇപ്പൊ എപ്പോഴേ പ്രസംഗം തീരേണ്ട സമയം? 1 മണി. 1 മണിക്ക് ഈ മെസ്സേജ് തീരുന്ന സമയമാകുമ്പോഴേക്കും ഈ മാങ്ങാപ്പഴം മുഴുവൻ തിന്നു തീർക്കണം എന്ന് ഞാൻ നിങ്ങളോടൊരു കമാൻഡ്മെന്റ് തന്നെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടോ കമാൻഡ്മെന്റ്? നല്ല കമാൻഡ്മെന്റ്, നല്ല ടേസ്റ്റ് ഉള്ള കമാൻഡ്മെന്റ് അല്ലേ? അപ്പൊ പഴയ നിയമത്തിൽ ആൾക്കാർ എഴുതി, ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര മനോഹരം അല്ലെ, ആ കൽപ്പനകൾ എത്ര രുചികരം, എത്ര ആസ്വാദ്യകരം. നിങ്ങൾ 119 സങ്കീർത്തനവും മറ്റ് സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദൈവത്തിന്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, 1-ാം അധ്യായത്തിൽ അല്ലെ, ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ അത് ഭയങ്കര രസകരമാണ്, എൻജോയബിൾ ആണ് എന്നാ പറയുന്നത്. മാങ്ങാപ്പഴം അങ്ങനെയാണല്ലോ. 1 മണിയാകുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കൽപ്പന അനുസരിച്ചവരെല്ലാം കൈവെക്കും. എത്ര പേര് കൈവെക്കും? സകല മനുഷ്യരും കൈവെക്കും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാം? ആ മാങ്ങാണ്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. കൽപ്പന എന്തായിരുന്നു? ഇത് മുഴുവൻ തീർക്കുക. നിങ്ങൾ എന്താ ചിന്തിച്ചത്? പറ്റാവുന്നിടത്തോളം തീർക്കുക. അപ്പൊ തീവ്രവാദിയായ പരീക്ഷന്മാർ എന്ത് ചെയ്തു? അതിന്റെ തൊലിയും ഞെടുപ്പും എല്ലാം തിന്നു, പറ്റുന്നിടത്തോളം നക്കി തിന്നു, ചെത്തി തിന്നു. പക്ഷെ അവസാനം മാങ്ങാണ്ടി അവിടെ തന്നെ ഇരുന്നു. ഇതാണ് ദൈവത്തിന്റെ കൽപ്പനകളുടെ പ്രശ്നം. ഈ പറയുന്ന ആ ധനവാനായ മനുഷ്യൻ മാങ്ങാപ്പഴം മുഴുവൻ ഊറ്റിക്കുടിച്ച് അതിന്റെ സകലതും തിന്നു തീർത്ത ഇവന്റെ ഈ കയ്യിൽ മാങ്ങാണ്ടി നിങ്ങൾ തിന്നണം എന്നുള്ള കാര്യം ഇവൻ അറിയാൻ മേല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, തീർന്നിട്ടില്ല, ഒരു കട്ടിയായ ഭാഗം ഇതിനകത്ത് ഇരിപ്പുണ്ട്, അതും കൂടെ അനുസരിച്ചാലേ നിനക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാണ്, നീ നിന്റെ സ്വത്തെല്ലാം വിറ്റ്, അവിടെയാണ് ഈ മാങ്ങാണ്ടി, സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഈ മാങ്ങാണ്ടി നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഓ എന്റെ ദൈവമേ, ഞാനത് കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും കർത്താവ് സ്വത്ത് വിൽക്കാനായിരിക്കില്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ജഡം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയും. അപ്പോ ധനവാനായ മനുഷ്യൻ വിഷമിച്ച് പോയി, നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ അവരുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഇത് എന്ത് പണിയാ കാണിച്ചത്? ഒരു ധനവാൻ വന്നതാ. സാധാരണഗതി വരുന്ന എല്ലാ മുക്കുവന്മാരും കൈ കാശില്ലാത്തവരുവാ. അങ്ങനെ പാവങ്ങളെ വെച്ചുകൊണ്ടൊരു സഭ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒത്തിരി പൈസ ഉള്ളൊരു മനുഷ്യൻ വരുന്നത്. അപ്പൊ പാസ്റ്റർ എന്നിട്ട് പറയാണ്, നിങ്ങളുടെ സ്വത്തെല്ലാം നീ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്തിട്ട് നീ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ കൂടെയുള്ള ശിഷ്യന്മാര് പറയാ, ഒരു പള്ളി പണിയാൻ പോലും പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഉള്ള ധനവാനെ പറഞ്ഞു വിട്ടാൽ ഇത് എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പൊ കർത്താവ് പറഞ്ഞു, മക്കളെ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരൊട്ടകം സൂചിക്കൂടിലൂടെ കിടക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സൂചിക്കൂടിലൂടെ ഒട്ടകത്തെ കിടത്താൻ പോയിട്ട് ഒരു നൂല് കിടത്താൻ വേണ്ടി നമ്മൾ പാടുപെടുന്ന പാട് അല്ലെ, പ്രായമാവും തോറും കണ്ണുപിടിക്കാത്തിടത്തോളം ഈ നൂല് ആ സൂചിക്കൂടിലൂടെ കയറ്റാൻ പാടാ. ആ സൂചിക്കൂടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അതിനകത്തോടെ ഒട്ടകം കടന്നു പോകുന്ന ആലോചിച്ച് നോക്കി. ഒട്ടകം പോയിട്ട് ആട് പോലും അതിനകത്ത് കയറുക എന്ന് മാത്രമല്ല, ഒരു പേൻ പോലും കയറുകയില്ല, തലയിലുള്ള പേൻ പോലും അതിനകത്തോടെ കയറി പോകില്ല. അപ്പം ശിഷ്യന്മാര് പേടിച്ചുപോയി. ശിഷ്യന്മാര് പറഞ്ഞു, ഇതാണെങ്കിൽ രക്ഷപ്പെടാൻ ആരെ കൊണ്ടെങ്കിലും പറ്റൂ. ഈ ധനവാനായ മനുഷ്യൻ ഒട്ടകത്തെ പോലെ ആയിരിക്കും, പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പാറ്റയെങ്കിലും ആണല്ലോ. പക്ഷെ സൂചിക്കൊള്ളിലൂടെ കയറി പോവോ? പോവില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു,
മനുഷ്യരാൽ അത് അസാധ്യം. ഇപ്പൊ ഈ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത്, മനുഷ്യരാൽ മാങ്ങാണ്ടി തിന്നുക എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും മാങ്ങാണ്ടി തിന്നുക എന്ന് പറയുന്നത് മനുഷ്യരാൽ അസാധ്യം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളുടെ കഠിനമായ ഭാഗമാണ് ഈ മത്തായിയുടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് തിന്നുക അസാധ്യം, അത് തിന്നാൻ പറ്റില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? കർത്താവ് പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ദൈവം നമ്മൾ എന്താ ചെയ്തത്? നിസ്സഹായരാക്കി മാറ്റോ ചെയ്തത്. എന്തിനാ ദൈവം അങ്ങനെ നമ്മളെ നിസ്സഹായരാക്കി മാറ്റിയത്? അതിന് പല കാരണങ്ങളുണ്ട്. അനുസരിക്കാവുന്ന കൽപ്പനകൾ കൊടുത്താൽ ഉള്ള പ്രോബ്ലം എന്താണ്? അനുസരിക്കാവുന്ന കൽപ്പനകൾ കൊടുത്താലുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവൃത്തികളാലാണ്. ഇപ്പം ഒരു 10 പേരെ എടുത്തിട്ട് ദൈവം തീരുമാനിക്കുകയാണ്, നല്ലപോലെ ജീവിച്ച് പ്രവർത്തിച്ച ആൾക്കാരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അതിന് 1-2 ഉദാഹരണങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ ഒരു നിമിഷം. ഞാൻ ഇത്തിരി മര്യാദക്കാരനായ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് അങ്ങനെ വിചാരിച്ചോ. അപ്പൊ ഞാൻ വളരെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നല്ലവനായി ജീവിച്ച് ഞാൻ സ്വർഗത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ വേറൊരു മനുഷ്യൻ നരകത്തിലേക്ക് പോവാം. കാരണം അവൻ ഡ്രഗ് അഡിക്റ്റ്, വഴി കിടന്ന് ബഹളം ഉണ്ടാക്കി, കള്ളു കുടിച്ച്, വല്ലവനെ തലക്കിട്ട് കുപ്പി വെച്ച് അടിച്ച്, തോന്നിയ പോലെ റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി നടന്നവൻ നരകത്തിലോട്ട് പോകും. അപ്പൊ പ്രവൃത്തി വെച്ച് നോക്കിയാൽ ന്യായം എന്താ? ആരെയാ വിടേണ്ടത്? സ്വർഗത്തിൽ വിടേണ്ടത് ആരെയാ? എന്നെയല്ലേ? മറ്റോ നരകത്തിൽ പോകേണ്ടതല്ലേ? അവൻ ചെയ്ത വൃത്തികേടുകൾക്ക്, കൊലപാതകങ്ങൾക്ക്, വ്യഭിചാരത്തിന്, മോഷണത്തിന് അവൻ ഉത്തരം പറയാതെ പോകാൻ പാടുണ്ടോ? ന്യായമല്ലേ? പക്ഷെ അവൻ കർത്താവിനോട് പറഞ്ഞ എന്നറിയോ? എന്റെ കർത്താവേ, ഇത് ഭയങ്കര അനീതിയാണ്. കാരണം ചെയ്സിനെ നീ ഒരു വീട്ടിൽ ജനിപ്പിച്ചു, അവനെ പഠിപ്പിച്ചു, നല്ല സ്കൂളിൽ വിട്ടു, ആഹാരം കൊടുത്തു, പഠിപ്പിച്ചു, അടി കൊടുത്തു, ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അവന് നല്ലൊരു സ്വഭാവം ഉണ്ടായി. അവൻ ആ സ്വഭാവം അനുസരിച്ച് മര്യാദക്കാരനെ ജീവിച്ചു സ്വർഗത്തിൽ പോകുന്നു. ഞാൻ തെരുവിൽ ജനിച്ചു, എന്റെ അപ്പനമ്മമാർ എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു, ഡ്രഗ് അഡിക്സിന്റെ ഇടയിൽ വളർന്നു, അവരെനിക്ക് ചെറുപ്പത്തിൽ ഡ്രഗ് തന്നു, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് ബുദ്ധി ഉണ്ടായില്ല, ഞാൻ യുദ്ധം ചെയ്ത് ജയിക്കാൻ മാത്രമാണ് പഠിച്ചത്, അങ്ങനെ ഞാൻ വയലന്റ് ആയിട്ട് വളർന്നു, എന്നെ ആരും നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നില്ല. കർത്താവ്, ഇപ്പൊ ഞാൻ നരകത്തിൽ പോകുന്നതിനകത്ത് ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്നെ എന്താണ് ചെയ്സിന്റെ വീട്ടിൽ ജനിപ്പിക്കാഞ്ഞത്? എന്നെ അവിടെയും അവനെ ഇവിടെയും ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലും അവൻ നരകത്തിലും പോകില്ലായിരുന്നോ? ഇതെന്ത് ന്യായം എന്ന് കർത്താവിനോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പൊ മനുഷ്യരുടെ ന്യായം അനുസരിച്ച് ആരാ സ്വർഗത്തിൽ പോകാൻ യോഗ്യൻ? ആരാ യോഗ്യൻ? കൽപ്പന അനുസരിക്കുന്നവൻ. പക്ഷെ അത് ദൈവത്തിന്റെ കണ്ണിൽ അത് ന്യായമല്ല. എന്തുകൊണ്ട് ന്യായമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുസരിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ആകാൻ, ഞാൻ ഇത്രയും പഠിക്കാൻ, ഞാൻ ഇത്രയും സംഗതികൾ മനസ്സിലാക്കാൻ, നന്മതിന്മകളെ കുറിച്ച് ബോധമുണ്ടാകാൻ, കള്ളം പറയുന്ന തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുമെങ്കിൽ പോലും അത് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനം ഞാൻ വളർന്നു വന്ന അന്തരീക്ഷമാണ്. അതുപോലെ ചില ആൾക്കാർ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്, ചിലർക്ക് ജന്മന അത്ര ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇല്ല. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഒരു മനുഷ്യൻ ചെന്ന് 2 പേരെ തല്ലുന്നു. ഒരാളെ തല്ലിയപ്പം അയാൾ തിരിച്ചൊരു പൊട്ടിരു കൊടുക്കുന്നു. മറ്റാളെ തല്ലിയപ്പം അയാൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇതിൽ ആരാണ് സ്വർഗത്തിൽ പോകാൻ യോഗ്യൻ? ആരാ? കരഞ്ഞോണ്ട് പോയവനല്ലേ? തിരിച്ചടി കൊടുത്തവനാണോ? പക്ഷെ എന്തുകൊണ്ട് അയാൾ കരഞ്ഞോണ്ട് പോയത്? അയാൾക്ക് ഇയാളെ അടിച്ചു നേടാനുള്ള ശക്തിയില്ല. ഓക്കെ, അയാൾ ഭയപ്പെടുന്നവനാണെന്ന് വിചാരിച്ചോ. അവൻ കരഞ്ഞോണ്ട് പോയത്, അയ്യോ ഞാൻ അടികൊണ്ടല്ലോ, പാവമായ ഞാൻ അടികൊണ്ടല്ലോ, കർത്താവെ അവനോട് നീ ചെയ്തോണേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോയത്. അപ്പൊ പ്രവൃത്തികളെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് നീതിമാൻ എന്ന് മനസ്സിലാവുമോ? മറ്റവൻ ഒറ്റ ദേഷ്യത്തിന് ഒരു പൊട്ടീര് കൊടുത്തെങ്കിലും പിന്നെ ആലോചിച്ച് കാണും, എന്റെ ദൈവമേ എന്റെ കൺട്രോളിൽ പോയി അടിച്ചതാണ്, കർത്താവ് എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു കാണും. അപ്പൊ പ്രവൃത്തികൾ നോക്കിയാൽ ഒരുത്തനകത്ത്, പക്ഷെ അവൻ ശരിക്കും നീതിമാനായിരിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഇനിയൊരു എക്സാമ്പിളിൽ പറയാം.
പാസ്റ്റർ ഇവിടെ വന്നിട്ട് ആളുകളൊന്നും പരിചയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ 2 വീടുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പം അവർ 1 ഗ്ലാസ് വെള്ളം മാത്രം കൊടുത്തു. അവർ വളരെ മൂടിയായി കാണപ്പെട്ടു, ഒത്തിരി ഒന്നും സംസാരിച്ചൊന്നുമില്ല. പാസ്റ്റർ മനസ്സിലായി ഇത് വേറെ മറ്റേ ഗ്രൂപ്പ് ആയിരിക്കും എന്ന് ചിന്തിച്ച് അടുത്ത വീട്ടിലോട്ട് പോയി. അടുത്ത വീട്ടിൽ ചെന്നപ്പം അവിടെ ചിക്കൻ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഫിഷ് എന്ന ഒരു മേശ നിറയെ വിഭവങ്ങൾ. തിരിച്ചിറങ്ങി വരുമ്പോ പാസ്റ്റർ മനസ്സിൽ ആരായിരിക്കും നല്ല മനുഷ്യൻ, നീതിമാൻ? പക്ഷേ ഈ ആദ്യം 1 ഗ്ലാസ് വെള്ളം തന്നവൻ അവൻ ആലോചിച്ച് എങ്ങനെയായിരിക്കും, എന്റെ കർത്താവേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിലെ പൈസ തീർന്ന് ഞങ്ങളെല്ലാം ഒന്നും ഇല്ലാത്തവരായിരിക്കാൻ പറഞ്ഞിട്ട് 3-4 ദിവസമായി ആരോടും പറഞ്ഞിട്ടില്ല. ദൈവമേ, നീ എന്റെ വീട്ടിൽ ആവശ്യമുള്ള തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെളിയിൽ ആർക്കും അറിയത്തില്ല. അവരുടെ വീട്ടിൽ പഞ്ചസാര ഇല്ല, പാലില്ല. അപ്പൊ ഒരു വിചാരിക്കാണ് കട്ടൻ കാപ്പി കൊടുത്താലും പഞ്ചസാര ഇടണമല്ലോ, അതില്ലല്ലോ. ദൈവമേ, ഈ വെള്ളം കൊണ്ട് കർത്താവെ നീ ആ മനുഷ്യനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞായിരിക്കും വെള്ളം കൊണ്ടേ കൊടുത്തത്. മറ്റേ ആൾ എന്താ വിചാരിച്ച്, പാസ്റ്റർമാര് വന്ന് കേറി എന്തായാലും ചെലവാ പോട്ടെ എന്നും പറഞ്ഞായിരിക്കും ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ പുറമേ പ്രവൃത്തികൾ നോക്കിയാൽ കാണുന്നതല്ല, ദൈവം അകമേ നോക്കിയാൽ കാണുന്നത്. ഇപ്പൊ ഏതാണ്ട് ക്ലിയർ ആയോ? അപ്പം വിസിബിൾ ആയിട്ടുള്ള കൽപ്പനകളെ കൊടുത്ത് അതനുസരിപ്പിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഈ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നൊന്നും വിധിക്കപ്പെടാതെ പ്രവൃത്തികൾ എന്ന ഒരു കാരണത്താൽ അനീതിയുള്ളവരെ അകത്തു പോകും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ നീതിയെ വെളിപ്പെടുത്തിയപ്പോൾ, സ്വർഗത്തിലെ നീതിയെ വെളിപ്പെടുത്തിയപ്പോൾ, അത് മനുഷ്യർക്ക് കടിച്ചാൽ പൊട്ടാത്ത ഒരു കഠിനമായ മാങ്ങാണ്ടി പോലെ ആക്കി വെച്ചു. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇനി ആദ്യത്തെ എക്സാമ്പിളിലേക്ക് വരാം. ഒരാൾ സ്വർഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും പോകുന്ന എക്സാമ്പിളിലേക്ക്. അപ്പൊ കർത്താവിനോട് ഞാൻ പറയാം, കർത്താവ് എന്റെ വീട്ടിൽ അവനെയും അവന്റെ വീട്ടിൽ എന്നെയും ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നീതിമാനായി സ്വർഗത്തിൽ പോയനെ, അവൻ അനീതിയുള്ളവനായി നരകത്തിൽ പോയനെന്ന് പറയുമ്പോ കർത്താവ് എന്ത് മറുപടി ആയിരിക്കും പറയുന്നറിയോ? കർത്താവ് പറയുന്നത്, എടാ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം ഈ മാങ്ങാ പഴം എത്ര തിന്നു എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? രണ്ടുപേരും നരകത്തിലേക്കേ പോവുള്ളൂ. കാരണം ഈ നീതി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നീയും കണക്കാ, അവനും കണക്കാ. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ വിശ്വസിച്ചോ, വിശ്വസിച്ചാൽ നിനക്കും രക്ഷപ്പെടാം, അവനും രക്ഷപ്പെടാം. ഏതാ നീതി? ഏതാ നീതി? അപ്പോൾ വിശ്വാസികളെ രക്ഷിക്കുന്നതാണ് ദൈവത്തിന് നീതി. മനസ്സിലായോ? മനസ്സിലായില്ല? തലയാട്ടുന്ന സ്വഭാവമില്ല. ഓക്കെ. അപ്പോൾ ഒരു മനുഷ്യൻ നീതിമാനാകണമെങ്കിൽ അവന്റെ പ്രവൃത്തികൾ പോരാ, പിന്നെ എന്ത് വേണം? അവന്റെ ഹൃദയത്തിലെ വിശ്വാസം നോക്കി മാത്രമേ അവനെ നീതിമാനാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഇതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും മനസ്സിലാക്കാൻ പാടുള്ള ഒരു ഉപദേശം. എങ്ങനെയാണ് കർത്താവ് പ്രവൃത്തികളാൽ അല്ലാത്ത ഒരു നീതി നടപ്പാക്കുന്നത്? അതിന് കർത്താവ് എന്താ ചെയ്യുന്നറിയാവോ? ആരെ കൊണ്ടും അനുസരിക്കാൻ പറ്റാത്ത ചില നിയമങ്ങൾ തരുക ചെയ്യുന്നു. അങ്ങനെയാണോ കർത്താവ് തരുന്നത്? ശരിക്കും ഗലാത്യ ലേഖനം 3:21 വായിക്കാം. ഗലാത്യ ലേഖനം 3:21. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധം. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? കാരണം നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം തരുന്നത്. പക്ഷെ ന്യായപ്രമാണം വായിച്ചു നോക്കുമ്പോൾ നമ്മളെല്ലാം പാപികളായി മാറുകയാണ് ചെയ്യുന്നത്. ആണോ? ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ ഞാൻ ന്യായപ്രമാണം തന്നപ്പോ എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ പോകുമെന്നുണ്ടായിരുന്ന ചെറിയ പ്രതീക്ഷകളെ പോയി നമ്മുടെ പാപം പെരുകുക ചെയ്തതല്ലേ? അല്ലെ? ശരി, പാപം പെരുകിയില്ലേ? അപ്പൊ ന്യായപ്രമാണം വരുമ്പോ എന്ത് ചെയ്യും? പാപം പെരുകും. അപ്പോൾ പാപം പെരുകി നമ്മളെല്ലാം കുറ്റവാളികളായി ദൈവത്തിന് മുമ്പിൽ നിർത്താൻ എന്ത് മതി? ഈ ന്യായപ്രമാണം മതി. അതുകൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല, എല്ലാവരെയും കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്നു. അടുത്ത വാക്യം. അപ്പോൾ അങ്ങനെയാണ് ഈ ന്യായപ്രമാണം കൊണ്ട് എല്ലാവരും കുറ്റവാളികളായി മാറുകയാണെങ്കിൽ, എല്ലാവരും മാങ്കണ്ടിയും കൈപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ന്യായപ്രമാണം കിട്ടിയപ്പോൾ സംഭവിച്ചതെങ്കിൽ, ഈ സൂചിക്കൂട കയ്യിലെടുത്തോണ്ട് ഇതിനകത്തോടെ എങ്ങനെ കയറും കർത്താവെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു നിസ്സഹായാവസ്ഥയിലേക്കാണ് ഈ ന്യായപ്രമാണം ഈ മനുഷ്യരെ എത്തിച്ചിരിക്കുന്നതെങ്കിൽ, ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? കാരണം നമ്മളെ രക്ഷിക്കുകയല്ലേ ദൈവം ചെയ്യേണ്ടത്, നമ്മളെ നീതിമാന്മാരാക്കുകയല്ലേ ചെയ്യേണ്ടത്.
അപ്പൊ ന്യായപ്രമാണം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായിട്ടാണോ ഇത് എഴുതിയിരിക്കുന്നത്? ഒരു നാളുമല്ല. അടുത്ത വാക്യം, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം തന്നിരുന്നെങ്കിൽ, അതായത് ഇതിനകത്ത് ഈ മാങ്ങാണ്ടി ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്നതൊക്കെ മതിയായിരുന്നുവെങ്കിൽ, ഇന്ന് പെന്തക്കോസുകാരുടെ ഒരു നീതി മതി സ്വർഗത്തിൽ പോകാനെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ, ആഭരണം ഊരുന്നവരെയും വെള്ളവസ്ത്രം ധരിക്കുന്നവരെയും ദശാംശം കൊടുക്കുന്നവരെയും ചർച്ചിൽ കൃത്യമായിട്ട് വരുന്നവരെയും കൊയറിൽ പാട്ട് പാടുന്നവരെയും വൈപ്പിയുടെ നേതാക്കന്മാരെയും അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ, കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരും സുവിശേഷത്തിന് ട്രാക്റ്റുമായിട്ട് പോകുന്നവരും സഭയുടെ വോട്ടെടുക്കാൻ പോകുന്നവരും ഇലക്ഷന് പോകുന്നവരെല്ലാം സഭയുടെ കാര്യത്തിൽ ചൂടുള്ളവരാണല്ലോ, ഇവരെല്ലാം കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവ് പറയുമായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോകുമായിരുന്നു. അല്ലെ? എങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അല്ലെ? അതൊരു നീതിയുടെ ആധാരമായിട്ട് നമ്മൾ വെക്കുമായിരുന്നു, നീതിയുടെ ഒരു അടിസ്ഥാനമായിട്ട് വെക്കുമായിരുന്നു. എന്ത് വെക്കുമായിരുന്നു? നമ്മുടെ ഇന്നത്തെ നീതി. ഈ നീതി, മനുഷ്യന്റെ നീതി ആധാരമായിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഇത് നിങ്ങൾ സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോടൊരു ഒരു ഒരു വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിക്കാൻ പോവാണ്. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് വിശുദ്ധിയുടെ പ്രസംഗം കേട്ടോണേ. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. ശരിയോ തെറ്റോ? ശരിയാന്നുള്ളവര്? ശരിയാണോ? തെറ്റാന്നുള്ളവര്? എങ്ങനെയായാലും കുഴപ്പമില്ലാത്തവര്? ശരിയല്ലേ? ആണോ? നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. സത്യമല്ലേ? അപ്പൊ നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചേ, പാസ്റ്റർ നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ ചോദിച്ചേ. അപ്പൊ ഞാൻ പറയും, ഞാൻ സ്വർഗത്തിൽ പോവും. അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലെ പിന്നെ പാസ്റ്ററായിട്ട് നിങ്ങൾ പ്രസംഗിക്കാൻ എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ ലോകത്തിൽ ആകെ ഒരു പാസ്റ്റർ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യം സംശയമാണെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അയാളുടെ പേര് ഞാൻ പറയല്ല, അത് ഇവിടെ എങ്ങും അല്ല, ഉള്ള ആളുമല്ല. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു സഹോദരനെ ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, ഇങ്ങനെ പ്രസംഗിക്കുക, സ്വർഗത്തിൽ പോകുന്നു നടക്കുന്ന കാര്യമൊന്നും തോന്നുന്നില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം 1-2 പേര് പുറകിരുന്ന് കൈവക്കി. ഇപ്പം ഈ പുള്ളി പറഞ്ഞു, എനിക്കെങ്ങും ഒരു ഉറപ്പുമില്ലെന്ന് പറഞ്ഞു പുള്ളിയുടെ കാര്യം. അപ്പൊ അടുത്തിരുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് പറഞ്ഞു, ഇങ്ങേർക്ക്